പ്രൈസ് ദി ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളുടെ അടുക്കലേക്ക് എത്തുവാൻ മഹാദൈവം നൽകുന്ന ഈ നല്ല നിയോഗങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരുക്കമുള്ള ഒരു കൂട്ടം ജനത്തെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മധ്യാകാശ വരവിന് വേണ്ടി ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഈ ശുശ്രൂഷയ്ക്ക് നിങ്ങൾ നൽകുന്ന പ്രാർത്ഥനാ സപ്പോർട്ടുകൾക്കും പ്രോത്സാഹനങ്ങൾക്കും ദൈവവചനത്തോട് കാണിക്കുന്ന ആത്മാർത്ഥമായ സ്നേഹത്തിനും ഞാൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കർത്തൃസന്നിധിയിൽ എത്തപ്പെടുവാനായി ദൈവം നമുക്ക് കാണിച്ചിട്ടുള്ള വഴികൾ പരിശുദ്ധാത്മ നിയോഗത്താൽ ഒരുക്കപ്പെട്ട അല്ലെങ്കിൽ ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനത്തെ ഓർമ്മപ്പെടുത്തുവാനാണ് ഞാൻ ഈ ശുശ്രൂഷയിലൂടെ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. 119 സങ്കീർത്തനം വാക്യപ്രതി വാക്യമായിട്ടുള്ള വചനധ്യാനമാണ് ഈ ശുശ്രൂഷയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നാം ഒരുമിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ 3-ാമത്തെ വാക്യമാണ്. സാം 119 വേഴ്സ് 3. ആ വാക്യം ഇങ്ങനെയാണ് വിശുദ്ധ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്: അവർ നീതികേട് പ്രവർത്തിക്കാതെ അവൻ്റെ വഴികളിൽ തന്നെ നടക്കുന്നു. ആരാണ് അവർ? ഒരു കൂട്ടം ആളുകൾ നീതികേട് പ്രവർത്തിക്കാതെ, അവർക്ക് നീതികേട് പ്രവർത്തിക്കാൻ കഴിയുകയില്ല, അവർക്ക് അനീതി പ്രവർത്തിക്കാൻ കഴിയുകയില്ല. അവർ അവരുടെ ജീവിതം കാത്തു സൂക്ഷിച്ചുകൊണ്ട്, ജീവിതവസ്ത്രം മലിനപ്പെടാതെ, ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ജീവിത ശൈലി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വഴികളിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൽ ജീവിക്കുന്നു. സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുകയാണ്. വക്രതയും കോട്ടവും നിറഞ്ഞ ഒരു ജനസമൂഹത്തിൻ്റെ ഇടയിലാണ് വിശുദ്ധന്മാർ ജീവിക്കുന്നത്. മത്സ്യം ഉപ്പുവെള്ളത്തിൽ കിടക്കുന്നു. ഉപ്പുവെള്ളത്തിൽ കിടക്കുന്ന മത്സ്യത്തിൽ ഉപ്പ് പിടിക്കാതെ അത് ജീവൻ്റെ തുടുപ്പിൽ ഉപ്പുവെള്ളത്തിൽ സമുദ്രത്തിൽ ഓടിക്കളിക്കുന്നത് പോലെ ഈ ദുഷ്ടലോകത്തിൽ ദൈവത്തെ പ്രസാദിപ്പിച്ചും കൊണ്ട് കുടുംബജീവിതം നയിച്ച് ദൈവമേൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ചെയ്തുകൊണ്ട് വിശ്വസ്തരായി വിശുദ്ധരായി ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളെ നമുക്ക് കാണുവാനിടയായിത്തീരും. അവരെക്കുറിച്ചാണ് വചനം പറയുന്നത്. അവർക്ക് നീതികേട് പ്രവർത്തിക്കാൻ കഴിയുകയില്ല. ആരാണവർ? 1-2 വാക്യങ്ങളിൽ അത് വ്യക്തമാണ്. യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവരാണവർ. ആരാണവർ? അവൻ്റെ സാക്ഷ്യങ്ങൾ, അവൻ്റെ വചനം പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുന്നവരാണവർ. 15-ാം സങ്കീർത്തനത്തിൽ ഭക്തൻ ചോദിക്കുന്നു: യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? ആ ചെറിയ സങ്കീർത്തനത്തിൽ അടുത്ത വാക്യങ്ങളിൽ അതിൻ്റെ ഉത്തരം കൊടുത്തിട്ടുണ്ട്. ആ ഉത്തരം ഇങ്ങനെയാണ്: നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുന്നവൻ. താഴോട്ട് ഒട്ടനവധി ഗുണഗണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ പഠന വിഷയം നീതി പ്രവർത്തിക്കുക എന്നുള്ളതായതുകൊണ്ട് ഞാൻ ആ ഭാഗം മാത്രം എടുക്കുകയാണ്. നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുക. യെശയ്യാപ്രവചനം 33-ാം അധ്യായം അതിൻ്റെ 14 മുതലുള്ള വാക്യങ്ങളിൽ, ഐസയ്യ ചാപ്റ്റർ 33:14 ഓൺവേർഡ്സ്, 14-ാം വാക്യത്തിൽ ചില ചോദ്യങ്ങൾ പ്രവാചകൻ ചോദിക്കുന്നു. ദഹിപ്പിക്കുന്ന അഗ്നിയായ നിത്യദഹനങ്ങളുടെ അടുക്കൽ, ദൈവത്തിൻ്റെ അടുക്കൽ ആർക്ക് വസിക്കാൻ കഴിയും? ആർക്കാ ദൈവത്തോട് അടുക്കാൻ കഴിയും? ആർക്കാ ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ കഴിയും? അതിൻ്റെ യോഗ്യതകൾ 5 കാര്യങ്ങൾ. അത് നമ്മുടെ ലൈഫ് സ്റ്റൈലുമായി, നമ്മുടെ ക്യാരക്ടറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമുക്കറിയാം, ഇന്ന് ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളുമായി ഡോക്ടറെ സമീപിക്കുമ്പോൾ 90% രോഗങ്ങളുടെയും കാരണം ഇന്നത്തെ ഡോക്ടേഴ്സ് പറയുന്നത് ജീവിതശൈലിയിലുള്ള പ്രശ്നമാണ്. ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. രോഗത്തിന് പരിഹാരമുണ്ടാകണമെങ്കിൽ ജീവിതശൈലി മാറ്റണം. ചേഞ്ച് യുവർ ലൈഫ് സ്റ്റൈൽ. അതുപോലെ കർത്തൃസന്നിധിയിലെത്തുവാൻ, ദൈവത്തിൻ്റെ അടുക്കൽ പാർക്കുവാൻ നാം നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. 5 കൂട്ടം കാര്യങ്ങളെക്കുറിച്ച് പരിശുദ്ധാത്മാവ് പറയുന്നു. 1, നീതിയായി നടന്ന് നേർ പറയുക. 2,
പീഡനത്താലുള്ള ആദായം വെറുക്കുക. 3, കൈക്കൂലി വാങ്ങാതെ കൈ കുടഞ്ഞു കളയുക. യെശയ്യാ 33:15-16 വാക്യങ്ങളാണ് ഞാനിവിടെ ഉദ്ധരിക്കുന്നത്. അടുത്തത്, രക്തപാതകത്തെക്കുറിച്ച് കേൾക്കാതെ ചെവി പൊത്തുക. ദോഷത്തെ കണ്ട് രസിക്കാതെ വണ്ണം കണ്ണടയ്ക്കുക. പഞ്ചേന്ദ്രിയങ്ങളുടെ കൺട്രോളിനെ കുറിച്ച് പരിശുദ്ധാത്മാവ് പറയുന്നു. നാവടക്കേണ്ടടുത്ത് നാവടക്കി, കണ്ണടയ്ക്കേണ്ടടുത്ത് കണ്ണടച്ച്, ചെവി പൊത്തേണ്ടടുത്ത് ചെവി പൊത്തി ജീവിക്കാൻ തയ്യാറായാൽ ഈ ഭൂമിയിൽ അവന് കിട്ടുന്ന നന്മകളെക്കുറിച്ച് യെശയ്യാ പറയുന്നു. അവൻ്റെ അപ്പം അവന് കിട്ടും. അവൻ പട്ടിണി കിടക്കേണ്ടി വരികയില്ല. അവന് വെള്ളം മുട്ടിപ്പോകത്തില്ല. മാത്രമല്ല, അവൻ ഉയരത്തിൽ വസിക്കുവാൻ ക്വാളിഫൈഡ് ആകും. പാറക്കോട്ടകൾ അവന് അഭയസ്ഥാനമായിരിക്കും. അപ്പൊ ഇഹലോകത്തിലും പരലോകത്തിലുമുള്ള ജീവിതത്തിൻ്റെ ഒരുക്കങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കുകയാണ്. പഴയ നിയമത്തിലെ ചെറിയ പ്രവാചകന്മാരിൽ അഗ്രഗണ്യനായ മീഖ ജനത്തോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. മീഖ ചോദിക്കുകയാണ്, മനുഷ്യ, ബുക്ക് ഓഫ് മീഖ ചാപ്റ്റർ 6:8, മീഖ പ്രവചനം 6-8 മനുഷ്യ, ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താകുന്നു ദൈവം നിന്നോട് ചോദിക്കുന്നത്? ദൈവം ആഗ്രഹിക്കുന്നത് നീതിയോടും ന്യായത്തോടും കൂടെ ജീവിക്കുവാനാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ധന്യനായ പൗലോസ് എഫേസ്യ ലേഖനം 6-10 വാക്യങ്ങളിൽ സഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, സഭ ഈ ലോകത്തിൽ ഒരു യുദ്ധക്കളത്തിലാണ്, ഒരു ബാറ്റിൽ ഫീൽഡിലാണ്. സഭ കളിക്കളത്തിലല്ല. സഭ ആത്മീക പോരാട്ടത്തിലാണ്, ആത്മീക യുദ്ധത്തിലാണ്. ദുർദിവസങ്ങൾ വരും. പ്രതീക്ഷിക്കാത്ത വാർത്തകൾ കാതിൽ കേൾക്കേണ്ടി വരും. ചില ബ്ലഡ് റിപ്പോർട്ടുകൾ, ചില ബയോപ്സി റിപ്പോർട്ടുകൾ നമ്മളെ തളർത്തിക്കളയും, തകർത്തുകളയും. പ്രതീക്ഷിക്കാത്ത സമയത്തുള്ള ദുർവർത്തമാനങ്ങൾ, ദുർദിവസങ്ങൾ, പ്രതീക്ഷിക്കാത്തത്, കാണാൻ ആഗ്രഹിക്കാത്തത്, കേൾക്കാൻ ആഗ്രഹിക്കാത്തത്, ഇതിനെയൊക്കെ അഭിമുഖീകരിക്കേണ്ട ജീവിത സാഹചര്യങ്ങൾ മനുഷ്യജീവിതത്തിൽ വരാം. എന്നാൽ ദുർദിവസങ്ങളിൽ പിടിച്ചു നിൽക്കേണ്ടതിന്, ഉറച്ചു നിൽക്കേണ്ടതിന്, സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കേണ്ടതിന് പൗലോസ് പറയുന്നു, നിങ്ങൾ ആയുധവർഗം എടുക്കണം. ആർമർ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സർവായുധവർഗം എടുക്കണം. എഫേസ്യ ലേഖനം 6-13 വാക്യങ്ങളിൽ ബുക്ക് ഓഫ് എഫേസ്യൻസ് ചാപ്റ്റർ 6:13 ഓൺവേർഡ്സ് ഒരു വിശ്വാസി ധരിക്കേണ്ട, പോർക്കളത്തിൽ പോരാടാൻ ധരിച്ചു മുന്നേറേണ്ട ആയുധവർഗങ്ങളെക്കുറിച്ച് പൗലോസ് സംസാരിക്കുമ്പോൾ അതാരംഭിക്കുന്നത് നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും. രണ്ടാമത്തതാണ് നമ്മുടെ ചിന്താവിഷയം, നീതി എന്ന കവചം ധരിക്കുക. എന്താണ് കവചം? അറ്റാക്കുകളിൽ നിന്ന് രക്ഷപ്പെടുവാൻ, ഉയരത്തിൽ നിന്നോ താഴ്ചയിൽ നിന്നോ, ഇടത്തു നിന്നോ വലത്തു നിന്നോ, മുമ്പിൽ നിന്നോ പുറകു നിന്നോ, ഏതുവഴിയാണ് വെല്ലുവിളികൾ, പോരാട്ടങ്ങൾ, തീയമ്പുകൾ വരുന്നത് നാം അറിയുന്നില്ല. എന്നാൽ നീതി ഒരു കവചമായി സൂക്ഷിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രം ധരിച്ച്, അരയിൽ തോൽവാറ് ചുറ്റി, കാട്ടുതേനും വെട്ടുക്കിളിയും കൊണ്ട് ഉപജീവനം കഴിച്ച് യഹൂദിയ മരുഭൂമിയിൽ മാനസാന്തര സുവിശേഷം വിളിച്ചു പറഞ്ഞ യേശുക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ വന്ന സ്നാപക യോഹന്നാൻ, ആ സ്നാപക യോഹന്നാനെ ആ നാട്ടിലെ രാജാവായിരുന്ന ഹെരോദാവ് ഭയപ്പെട്ടു. യോഹന്നാന്റെ ഡ്രസ് കോഡ് കണ്ടിട്ടല്ല, അവൻ്റെ ഭക്ഷണത്തിൻ്റെ വിഭവങ്ങൾ മെനു കണ്ടിട്ടല്ല, അവൻ്റെ വീട് കണ്ടിട്ടല്ല, വാഹനം കണ്ടിട്ടല്ല. അവൻ നീതിയും വിശുദ്ധിയുമുള്ള പുരുഷനായിരുന്നത് കൊണ്ട്
അങ്ങനെയാണ് മർക്കോസ് സുവിശേഷം 6-ാം അധ്യായം 20-ാം വാക്യത്തിൽ നമുക്ക് കാണാനിടയാകുന്നത്. യോഹന്നാൻ നീതിയും വിശുദ്ധിയുള്ള പുരുഷനാകൊണ്ട് ഹെരോദാവ് അവനെ ഭയപ്പെടുവാനിടയായി. പ്രിയമുള്ളവരെ, ദൈവം നിന്നെ ആക്കിയിരിക്കുന്നിടങ്ങളിൽ നീ നീതിയോടെ, വിശ്വസ്തയോടെ, വിശുദ്ധിയോടെ നിന്നാൽ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കാതെ വണ്ണം പ്രാഗൽഭ്യത്തോടെ ഇഹലോക ജീവിതം നയിക്കുവാനും നിത്യതയിൽ കർത്താവിനോടൊപ്പം സന്തോഷിക്കുവാനും ദൈവം സംഗതിയാക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല. പുതിയ നിയമസഭ ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുത്തേണ്ട സ്ഥലമാണ്. ആശയറ്റവന് ആശ്വാസം നൽകുന്ന, അനീതിയുള്ള ലോകത്തിൽ നീതി പ്രാപിക്കുന്ന ഇടമാണ് ദൈവത്തിൻ്റെ സഭ. റോമാലേഖനം 14-ാം അധ്യായം 17-ാം വാക്യം വിളിച്ചു പറയുന്നു, ദൈവരാജ്യമാകുന്ന ദൈവസഭ ഭക്ഷണവും പാനീയവുമല്ല, അത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലെ സന്തോഷവുമാണ്. പ്രിയമുള്ളവരെ, നീതിമാർഗങ്ങളിൽ ശ്രദ്ധ വെച്ച് നീതിയുടെ വഴികളിൽ ജീവിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ പ്രത്യാശയുള്ള ഒരു ക്രിസ്ത്യ ജീവിതം നയിപ്പാൻ ഈ വചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ചേഞ്ച് യുവർ ലൈഫ് സ്റ്റൈൽ, ജീവിതശൈലികളെ മാറ്റാം, കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.